ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ആ ഒരു എനർജി കണ്ട് അവർ നമിച്ചിരിക്കുകയാണ്. കാരണം അത്രമാത്രം നിങ്ങളെ ദ്രോഹിച്ചതിന് കർമ്മഫലം അവർക്ക് ലഭിക്കുകയാണ്. അത് കാരണം ഇനി ഒരിക്കലും നിങ്ങളോട് ഒരു ഇതിനും ഞങ്ങളില്ല എന്നുള്ള രീതിയിൽ നമിച്ചിരിക്കുകയാണ് അവർ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു വ്യക്തി ഒരിക്കലും ഈ ഒരു ജന്മത്തിൽ നിങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കത്തില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു കർമ്മഫലം ലഭിക്കുകയാണ്. അതായത് ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുണ്ട്. അതായത് എത്ര കർമ്മഫലം അനുഭവിച്ചാലും അവർ വീണ്ടും വീണ്ടും നിങ്ങളെ ശത്രുക്കളായി കണ്ട് നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. കാരണം അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കണമെന്ന്. അതുകൊണ്ടാണ് എത്ര കർമ്മഫലം അവർക്ക് ലഭിച്ചിട്ടും അവർ വീണ്ടും വീണ്ടും നിങ്ങളോട് പോരാടാൻ വേണ്ടി വരുന്നത്. അതായത് അവർ എങ്ങനെയെന്ന് വെച്ചാൽ അവർ ഒരു തെറ്റായ കർമ്മം ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ മറ്റ് തെറ്റായ കർമ്മങ്ങളും കൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വ്യക്തി തെറ്റ് ചെയ്യുകയാണെങ്കിൽ സമയം അവർക്ക് ഒരു അവസരം കൂടെ കൊടുക്കും. നിങ്ങൾക്ക് മനസ്സ് വെച്ചാൽ ഈ ഒരു തെറ്റിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ദൈവം ഒരു അവസരം കൊടുക്കും. പക്ഷേ അപ്പോഴും അവർ തെറ്റ് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവസരം ദൈവം കൊടുക്കത്തില്ല. അതായത് ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ സാഹചര്യങ്ങൾക്ക് ഇതായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ദൈവം ഒരു അവസരം ഉറപ്പായിട്ടും കൊടുക്കും നേരെയാവാൻ വേണ്ടി. ഇവർക്ക് എത്ര അവസരം കൊടുത്തിട്ട് ഇവർ നേരെയാകുന്നില്ല. ഇവിടെ ഒരു വ്യക്തിയുടെ ചിന്ത അനുസരിച്ചിരിക്കും. അതായത് ഈ ഒരു അവസരം ഞാൻ അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ചിന്തയാണ്. അവരാണ് തീരുമാനിക്കേണ്ടത്. ദൈവം എനിക്കൊരു അവസരം കൂടെ തന്നേക്കാണ് നന്നാവാൻ വേണ്ടി, അത് ഞാൻ നല്ല രീതിയിൽ വിനിയോഗിക്കണോ അതോ വീണ്ടും തെറ്റുകൾ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷെ അവർ നേരെയാവാനുള്ള ആ ഒരു ഇത് ചൂസ് ചെയ്യാതെ വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു ഇതാണ് ചൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എത്ര തന്നെ ഒരു വ്യക്തിയോട് ക്ഷമിച്ചാലും ആ വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി അവർ എപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് എപ്പോഴും ഒരു സന്തുഷ്ടഭാവമാണ് നിങ്ങളെ ദ്രോഹിക്കുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെയുള്ളവർക്ക് കർമ്മം ഉറപ്പായിട്ടും വളരെ പെട്ടെന്നാണ് ഈശ്വരൻ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ വീണ്ടും വീണ്ടും നിങ്ങളോട് തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ നിങ്ങൾ ആ തെറ്റ് കണ്ടിട്ട് മാപ്പ് കൊടുത്തുകൊണ്ടിരുന്നു അവർക്ക്. പക്ഷേ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്തപ്പോൾ അവർ വിചാരിച്ചത് നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല, ഇവരെത്ര തന്നെ എന്ത് ചെയ്താലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നിങ്ങളുടെ ബലഹീനതയാണ് എന്ന് ഇവർ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആരാണോ നിങ്ങളോട് തെറ്റായ കർമ്മം ചെയ്തത് അവർക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കാം, നിങ്ങളുടെ ശത്രുക്കളെ അറിയുന്ന ശത്രുക്കൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ ലൈഫിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് അവർ വളരെ ഹാപ്പി ആയിട്ടൊക്കെ കാണുന്നുണ്ടാകും, പക്ഷേ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ട്. നിങ്ങളുടെ കൂടെ ആരാണോ മോശം കർമ്മം ചെയ്തത് അവരുടെ ആ ഒരു കർമ്മ റിട്ടേൺ വളരെ മോശമായ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്, സ്റ്റാർട്ടായിരിക്കുന്നത്. കാരണം അവർക്ക് അത്രമാത്രം ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കേണ്ട അവസ്ഥയിലാണ് അവർ ഉള്ളത്. ചില ആൾക്കാർ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാം എന്തെങ്കിലും ഒരു അസുഖമായിട്ട്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫിൽ ഒരു മേജർ ചേഞ്ച് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യത്തിൻ്റെ സൊല്യൂഷൻ ഈ ജന്മത്തിൽ അവർക്ക് ഒരിക്കലും ലഭിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് അവർക്ക് അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ആകുന്നത്. ഇവിടെ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഇവർ നിങ്ങളുടെ മുന്നിൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു കാര്യം ദൈവം നഷ്ടമാക്കും. അപ്പോൾ ഇവർക്കും ആ ഒരു വേദന ഉണ്ടാകും. ആ ഒരു കാര്യത്തിൻ്റെ റീകവറി ഈ ഒരു ജന്മത്തിൽ അവർക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇവിടെ ഒരു പ്രാവശ്യം അവസരം ദൈവം ഇവർക്ക് കൊടുക്കാതിരുന്നില്ല. നിങ്ങളുടെ കർമ്മം ഇനിയെങ്കിലും നേരെയാക്കണം എന്ന് പറഞ്ഞ്. പക്ഷേ അപ്പോഴും ഇവരുടെ കർമ്മം നേരെയാക്കാതെ തെറ്റായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സമയം അവരോട് അവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ആ ഒരു ക്രൂരത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ സമയം ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ആ ഒരു തെറ്റിൻ്റെ ക്രൂരത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കാരണം എങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ അവർ ചെയ്ത തെറ്റ് എന്തുമാത്രം വലുതാണ് എന്ന്. ഇവിടെ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ളവർക്ക് മേജർ രീതിയിലായിരിക്കും അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത്.
അതായത് ഒരു വ്യക്തിയുടെ ജീവിതം പോലും മാറ്റുന്ന രീതിയിലുള്ള മേജർ ചേഞ്ചാണ് അവരുടെ ആ ഒരു ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. കാരണം അത്രമാത്രം ഒരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ട് അവരുടെ മുമ്പിൽ നിന്ന് ചിരിച്ചിട്ട് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞ ആൾക്ക് പിന്നെ ദൈവം ആ തെറ്റ് ക്ഷമിക്കാനോ പോകുന്നത്. ആ തെറ്റിൻ്റെ ആ ഒരു ബലം അവർ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ ഇവർക്ക് എന്ത് കാര്യത്തിലാണോ ഭയങ്കരമായിട്ട് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നത്, ആ ഒരു അഹങ്കാരത്തിലാണ് ഇപ്പോൾ ഇവർക്ക് അടി കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ ഇവർക്ക് പൈസ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സ്വഭാവം, അതായത് ഇവർക്ക് ഉള്ള ആ ഒരു സൗന്ദര്യം, ആൾക്കാരുമായിട്ട് ഇടപഴകാനുള്ള കഴിവ്, എല്ലാവരും ഇവരുടെ കീഴിലാണ് എന്നുള്ള ഭാവം, ഇല്ല എങ്കിൽ ഇവർക്ക് ആൾബലം കൂടുതലുണ്ടായിരുന്നു കാണും. എന്തായിക്കൊള്ളട്ടെ, ഇവരുടെ പവർ എന്താണോ അതിലാണിപ്പോൾ അടി കിട്ടിയിരിക്കുന്നത്. കാരണം ഇവർക്ക് മനസ്സിലാകണം ഇവർ നിങ്ങളോട് എന്തുമാത്രം തെറ്റാണ് ചെയ്തത് എന്ന്. അതിനു വേണ്ടിയാണ് ഇവർക്ക് ഇങ്ങനൊരു അടി ദൈവം കൊടുത്തത്. ഈ വ്യക്തി വളരെയധികം ദുഃഖത്തിൽ വന്നിട്ട് നിങ്ങളോട് കൈപിടിച്ച് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ അവസ്ഥ അങ്ങനെയായി മാറും. ഇനിയെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളോട് നല്ല രീതിയിൽ ഒന്നും പറയാതിരുന്നാൽ ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഒന്നും നേരെ ആവത്തില്ല എന്നുള്ള തോന്നൽ ഇവർക്ക് ഉണ്ടായിക്കഴിഞ്ഞു. കാരണം ഇപ്പോഴേ അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് മാപ്പും കൂടെ പറയാതിരുന്നാൽ വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്ന, അല്ലാതെ നേരെ ആവത്തില്ല. അതുകൊണ്ടാണ് ഇവർ നിങ്ങളോട് കൈപിടിച്ച് മാപ്പ് പറയാം, എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തേക്കുന്നത്. ഇവരുടെ ആ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പുറത്ത് ഇവർ ഷോ ചെയ്യുന്നത് വളരെ സ്നേഹത്തിലായിരിക്കും നിങ്ങളോട് പെരുമാറുന്നതെല്ലാം, പക്ഷേ ഉള്ളിൽ ഇവർ ഒരു ദേഷ്യഭാവം നിങ്ങളോട് വച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് കാണിക്കുന്ന ഒരു സ്വഭാവം, ഉള്ളിൽ വേറൊരു സ്വഭാവം, അങ്ങനെയാണ് ഇവരുടെ വ്യക്തിത്വം. ഇങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയല്ല. കാരണം ഒരു വ്യക്തിയോട് നമ്മൾ നേരിട്ട് ഒരു ദേഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ അവരോട് പെരുമാറണം. അല്ലാതെ അകത്ത് ദേഷ്യം വെച്ച് പുറത്ത് എന്തിനാ സ്നേഹത്തോടെ പെരുമാറണം? നമ്മളൊക്കെ ഒരു വ്യക്തിയോട് ദേഷ്യമുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നിനും പോകത്തില്ല. ആ വ്യക്തിയെ കാണുന്നത് പോലും ഇഷ്ടമായിരിക്കത്തില്ല. പക്ഷേ ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ഇവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിങ്ങളെ ദുഃഖിപ്പിച്ച് കാണിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ചിരിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇവർ. പക്ഷേ ഇവർ ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഇവർ വളരെയധികം ചതിയനായിട്ടുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കാരണം ഇവർ എപ്പോഴും ഒരു അവസരം കാത്തിരിക്കും നിങ്ങളെ വാർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആളാണ് നിങ്ങളുടെ ഈ ഒരു ശത്രുവെങ്കിൽ നിങ്ങൾ ഒരു 100 അടി അകലമെങ്കിലും ഇവരോട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു വ്യക്തി എത്ര തന്നെ അനുഭവിച്ചിട്ടും ഇപ്പോഴും നിങ്ങളുടെ നേരെ കണ്ടിന്യൂ ആയിട്ട് വാർ ചെയ്യാൻ ഉള്ള ആ ഒരു ഇതിലാണ് ഉള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ഇമേജ് റിലേറ്റഡായിട്ട് എന്തോ ഒരു മോശം മറ്റുള്ളവരോട് പറഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളെ മോശമാക്കി പറഞ്ഞിട്ട് ഇവർ വളരെ നല്ല ആളാണ് എന്നുള്ള രീതിയിൽ ഇവരെ പുകഴ്ത്തി പറയുകയും ചെയ്തു. ഇവിടെ ഈ ഒരു വ്യക്തി വളരെ സൗമ്യനായിട്ടുള്ള ആളാണ്, വളരെ ശാന്തമായിട്ടുള്ള ആളാണ് ഈ വ്യക്തി എന്നാണ് മറ്റുള്ളവരോട് ഇവർ പറയുന്നത്. പക്ഷേ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അറിയും ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവർക്ക് അപ്പോൾ മനസ്സിലാകും. അപ്പോൾ ദൈവം ഇവിടെ ഇങ്ങനെയുള്ളവരുടെ കൂടെ അങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഈ വ്യക്തി ശാന്ത സ്വരൂപിയായിട്ടുള്ള ആളാണോ അതോ ദേഷ്യപ്രവൃത്തിയുള്ള ആളാണോ എന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാകും. സാഹചര്യങ്ങൾ ഒരു വ്യക്തിയുടെ മുഖംമൂടി ഉറപ്പായിട്ടും അഴിച്ചു മാറ്റുന്നതാണ്. ഇവിടെ നിയറിൽ ഈ വ്യക്തിയുടെ കള്ളത്തരം പുറത്തു വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 1 മാസം പോലും എടുക്കത്തില്ല അതിനു വേണ്ടി. ഞാൻ ആദ്യം പറഞ്ഞ ആൾ വേറൊരാളാണ്, വേറൊരു നിങ്ങളുടെ ശത്രുവാണ്. സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആരാണ് നിങ്ങളുടെ ശത്രു എന്ന്. ഇപ്പോൾ പറയുന്നത് വേറൊരു വ്യക്തിയെക്കുറിച്ചാണ്. ഇവിടെ എപ്പോഴാണോ നിങ്ങളുടെ ഈ ഒരു ശത്രുവിൻ്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കുന്നത്, അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ ഒരു ആവശ്യകത വരും. അതായത് നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു സ്ഥിതികൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങളോട് സപ്പോർട്ട് ചോദിച്ച് ഇവർ വരും.
ഇവിടെ ഇവരുടെ ആ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു മോശം സമയത്ത് ഇവരെ ഹെൽപ്പ് ചെയ്താൽ പോലും വീണ്ടും ഒരു അവസരം വന്നാൽ നിങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. കാരണം ഇതൊരു പാറ്റേൺ ആണ്. അതായത് ഇവർ നിങ്ങളോട് ഹെൽപ്പ് ചോദിച്ച് വരും, നിങ്ങൾ സഹായിക്കും, വീണ്ടും ഇവർ നിങ്ങളെ ദ്രോഹിക്കും, അതേ സെയിം സിറ്റുവേഷനിൽ ഇവർ വീണ്ടും വരും, അപ്പോൾ നിങ്ങൾ വീണ്ടും ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു പാറ്റേണിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവരുമായിട്ടുള്ള ആ ഒരു കർമ്മ. ഇവരുടെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ ഗെയിമുകളാണ്, നിങ്ങളെ എങ്ങനെ തകർക്കാം എന്നുള്ള. ഇവരുടെ മൈൻഡ് ഒരിക്കലും ഫ്രീ ആയിട്ടിരിക്കത്തില്ല. ഇവിടെ ഇവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിഷമമോ വേദനയോ ലഭിക്കുകയാണ് എങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇവർ സ്വന്തമായിട്ട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിരിക്കും ഇവർ അനുഭവിക്കുന്നത്, പക്ഷേ അതിൻ്റെ ബ്ലെയിം മറ്റൊരാളുടെ മേലായിരിക്കും ഇവർ വഹിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഇവരിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ വീണ്ടും ഇവരെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേരെയല്ല പോകുന്ന, നിങ്ങൾക്ക് വിപരീതമായിട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു വ്യക്തി കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് എന്ന്. സത്യം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ പിറകിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വാർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മേജർ ചേഞ്ച് ഇവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ്. ഇവരുടെ ജീവിതം തന്നെ മാറുന്ന രീതിയിലുള്ള മേജർ ചേഞ്ച്. അപ്പോൾ സിറ്റുവേഷൻസ് ഇവരുടെ കൺട്രോളിലായിരിക്കത്തില്ല. ആ സമയം ഇവർ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കും. കാരണം ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് ഇവർ അനുഭവിക്കുന്നത്. മേജർ ചേഞ്ചാണ് ഇവരുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ ഇവർ ആ ഒരു ശത്രുവിൻ്റെ ആ ഒരു പാറ്റേണിൽ നിന്ന് നിങ്ങൾ മുക്തരാകുന്നതാണ്. ഇന്ന് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അസഹായരാക്കുന്നുണ്ടെങ്കിൽ സമയം ഉറപ്പായിട്ടും അവരെയും അതേ അവസ്ഥയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവരുടെ മെയിൻ തോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ എങ്ങനെയെങ്കിലും ഇവർക്ക് സ്വന്തമാക്കണം. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച് കാണിക്കണം, കണ്ടോ എൻ്റെ പവർ എന്താണെന്ന് നീ മനസ്സിലാക്കിയോ എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് വിലപ്പെട്ട ഒരു വസ്തുവുണ്ട്, ആ വസ്തുവിനെ ഇവർ സ്വന്തമാക്കിയാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ നിങ്ങളെ ആ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരണം, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയുടെ വിലപ്പെട്ടത് സ്വന്തമാക്കിയിട്ട് അവർക്ക് ഒന്നും നേടാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾ ഒരാളിൽ നിന്ന് എന്തെങ്കിലും സ്വന്തമാക്കിയാൽ നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കാൻ വേണ്ടി 1000 പേർ നിങ്ങളുടെ പിറകെ ഉണ്ടായിരിക്കും. അത് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല. ഇതാണ് സമയത്തിൻ്റെ ആ ഒരു പരിഭാഷ എന്ന് പറയുന്നത്. സൂചി ഒരിക്കലും ഒരിടത്ത് സ്റ്റക്കായിട്ട് ഇരിക്കത്തില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് നിങ്ങളുടെ ഊഴമാണെങ്കിൽ നാളെ വേറൊരാളുടെ ഊഴമായിരിക്കും. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ആ ഒരു ചതി ഉറപ്പായിട്ടും കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ആര് നിങ്ങളോട് അവരുടെ ആ ഒരു പവർ കാണിച്ചാലും നിങ്ങൾ പറയുക, സമയം ഇന്ന് നിങ്ങളുടെ കൂടെയാണ്, നാളെ സമയം എൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ഈശ്വരൻ്റെ പവർ നിങ്ങൾക്ക് കാണിച്ചു തരും, അത്രമാത്രം പറയുക. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷാപാതവും ഇല്ലാതെ നിങ്ങളുടെ കൂടെ എങ്ങനെ ന്യായം സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കൂ. ഇപ്പോൾ നിങ്ങൾ വളരെ ഉദാസമായിട്ടിരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ന്യായം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇങ്ങനെയുള്ള വ്യക്തിയുടെ യഥാർത്ഥ മുഖംമൂടി ഇവരായിട്ട് തന്നെ പുറത്ത് കൊണ്ടുവരും. ഇവരുടെ ആ ഒരു മുഖംമൂടി അഴിഞ്ഞു വീഴാൻ വേണ്ടി ഇവർ തന്നെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആരും തന്നെ ഉണ്ടാവത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഒരു വ്യക്തി അവരുടെ ആ ഒരു കർമ്മഫലം അനുഭവിക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ അവർക്ക് നിങ്ങളുടെ ഓർമ്മ വരികയും ചെയ്യും. ഇവിടെ നിങ്ങളോട് ഹെൽപ്പ് ഇവർ ചോദിക്കുന്നതായിട്ട് കുറച്ച് ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന ഈ വ്യക്തി. ഇവിടെ ഇവരോട് നിങ്ങൾ എത്ര തന്നെ നല്ലത് ചെയ്താലും തിരിച്ച് ഇവർ നിങ്ങളോട് ദേഷ്യം മാത്രമായിരിക്കും കാണിക്കുന്നത്. ഇവരുടെ മെയിൻ സ്വഭാവം എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുക. അതിന് ഇവരെ കഴിഞ്ഞ് വേറെ ആരുമില്ല എക്സ്പെർട്ടായിട്ട്, അത്രയ്ക്ക് എക്സ്പെർട്ടാണ് ഇവർ. ഈ വ്യക്തി ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവയ്ക്കുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലാണ്. നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതൊക്കെ നല്ലതായിട്ട് പോകുന്നെങ്കിൽ അതെങ്ങനെ തകർക്കാം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ ബന്ധത്തിലാണ്, നല്ല റിലേഷൻഷിപ്പിലാണ്. എപ്പോഴൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യം വളരെ നല്ലതാകുന്നോ അപ്പോൾ സഡനായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ കുടുംബം വളരെ വീണ്ടും പഴയ മോശം അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, ദൈവമേ ഇത്രയും ദിവസം നല്ലതായിട്ട് പോയതാണല്ലോ, പെട്ടെന്ന് ഇതെന്ത് പറ്റി, ആരുടെ കണ്ണാണോ എന്തോ അറിയത്തില്ല എന്ന്. അത് ഈ സ്ത്രീയുടെ ഈ സ്ത്രീ എന്ന് എനിക്ക് കൊണ്ട് പറയാൻ തോന്നി, അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയത്തില്ല, അവരുടെ കണ്ണാണ്.
നിങ്ങളുടെ ആ ഒരു നല്ല ആ ഒരു കുടുംബ സാഹചര്യം മോശമായിട്ട് നിങ്ങൾ വഴക്ക് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇത് ആക്കി മാറ്റാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലെ ശാന്തി മാറ്റി അശാന്തിയാക്കി മാറ്റാൻ ഇവർ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഇവർ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഇവരെ പ്രസ്തുതപ്പെടുത്തുന്നത്. അതായത്, ഇന്നലെ എന്തായിരുന്നു സൗണ്ട്, ഞാൻ കേട്ടുമായിരുന്നു, ഭയങ്കര പ്രശ്നമൊന്നുമല്ലേ ഇന്നലെ. അതായത് ഇവർ വിക്റ്റമായിട്ട് മാറും, ഇവർ തന്നെ എല്ലാം ചെയ്തിട്ട്. അപ്പോൾ വളരെ മോശമായ രീതിയിൽ ഒരു നാടകം കളിക്കാൻ ഈ ആളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇവിടെ ഒരു വ്യക്തി ആയിട്ടിവിടെ കാണാൻ സാധിക്കുന്നില്ല, 2 വ്യക്തികളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 2 വ്യക്തികൾ ചേർന്നാണ് നിങ്ങളുടെ ലൈഫിൽ മോശം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. 2 പേരുടെയും ചിന്ത ഒരേ മാർഗത്തിൽ കൂടെയാണ്. അത് നിങ്ങളുടെ കുടുംബം തകർക്കണം. ചിലപ്പോൾ അത് ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം. ഈ 2 വ്യക്തികളും നിങ്ങളുടെ ലൈഫിലെ സ്ഥിതികളെ എങ്ങനെ ഇവരുടെ കൺട്രോളിൽ കൊണ്ടുവരാം എന്നാണ് ചിന്തിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ നിങ്ങളുടെ നല്ല കർമ്മം, ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം, അതുകൊണ്ടാണ് ഇവർ ആഗ്രഹിക്കും പോലെ സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ വരാത്തത്. ചെറുതായിട്ട് വരുമെങ്കിലും അതെല്ലാം കൺട്രോളിലാകും. കാരണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട്. കാരണം സമയം ഇങ്ങനെ ഇവരുടെ ലൈഫിൽ ഓരോന്ന് ക്രിയേറ്റ് ആക്കുന്നു. ഇവർ ആഗ്രഹിച്ചാലും നിങ്ങളുടെ ലൈഫിൽ ഒരു മോശവും ചെയ്യാൻ സാധിക്കത്തില്ല ഇവർക്ക്. നിങ്ങളുടെ ലൈഫിനെ ഈ വ്യക്തികൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമായിട്ടാണ് നിങ്ങളുടെ ലൈഫിന് ഇവർ കണക്കാക്കി വച്ചിരിക്കുന്നത്. അതായത് ഇവർക്ക് തമാശയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ലൈഫ് പല കാര്യങ്ങളും ചെയ്യാം, സ്പോയിലാക്കാം. ഇവരുടെ കൺട്രോളിലല്ലേ എല്ലാം. അങ്ങനെയാണ് ഇവർ വിചാരിച്ച് വച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം മിസ്യൂസാണ് നിങ്ങളുടെ ലൈഫിൽ ഇവർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ അന്തരാത്മാവ് വളരെയധികം പെയിൻ അനുഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എല്ലാവരോടും ഒന്നും തുറന്നു പറയത്തില്ല, എല്ലാം മനസ്സിലൊതുക്കിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ യൂണിവേഴ്സിന് എല്ലാം അറിയാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുറവുകളോ കുറ്റങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്നത് എല്ലാവർക്കും നല്ലത് വരണം ദൈവമേ എന്നാണ്. ഇത്രമാത്രം സമയം കടന്നു പോയിട്ടും നിങ്ങൾക്ക് ഇതുവരെയും ഒരു ന്യായം ലഭിച്ചില്ല. പക്ഷേ അതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ന്യായം തരണമേ ദൈവം. പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഈശോ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ന്യായം പ്രവർത്തിക്കുമെന്ന്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. അത്രമാത്രം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വിഷമിപ്പിക്കുകയാണ്. എന്നിട്ടും അതെല്ലാം കൺട്രോളിൽ വച്ചാണ് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സാഹചര്യവും മനസ്സിലാക്കി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കൂടെ ജസ്റ്റിസ് ഉറപ്പായിട്ടും സംഭവിക്കും. കാരണം യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ കൂടെ ഈശ്വരൻ്റെ ആ ഒരു കാരുണ്യമുണ്ട്. ആ ഒരു കാരുണ്യം നിങ്ങളെ എല്ലാ രീതിയിലും രക്ഷിക്കും. ഈ വ്യക്തികൾ വളരെ മോശമായിട്ട് പ്ലാനിങ് നിങ്ങളുടെ ലൈഫിന് നേരെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലൊരു മോശമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം. അതിനു വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകും. അതായത് ഈ 2 വ്യക്തികൾക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലവും ലഭിക്കും. നിങ്ങളുടെ ശരിയായിട്ടുള്ള ഒരു ടൈം തുടങ്ങുകയും ചെയ്യും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പല മോശം സിറ്റുവേഷനും ഇവർ സ്വയം ക്രിയേറ്റ് ആക്കിയതാണ്, നിങ്ങളുടെ ആ ഒരു തെറ്റുകൊണ്ട് ഉണ്ടായതല്ല. പക്ഷേ സ്ഥിതികൾ അങ്ങനെ ക്രിയേറ്റ് ആയെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഒരു പാറ്റേൺ രൂപത്തിൽ അങ്ങനെ ഉറപ്പായിട്ടും ഉണ്ടാവുകയില്ല. കാരണം ഇവരുടെ ആ ഒരു തെറ്റിൻ്റെ ആ ഒരു ബലം ഇവർക്ക് ലഭിക്കുമ്പോൾ പിന്നെ ഇവർക്ക് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ കൂടെ ന്യായം ഉണ്ടായതിന് ശേഷവും ഇവർക്ക് കർമ്മ റിട്ടേൺ ആയതിനു ശേഷവും ഇപ്പോഴും ഇവർ നിങ്ങളെ എങ്ങനെ തകർക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ ഇവരുടെ കൂടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇതും ബ്ലെയിമും നിങ്ങളുടെ മേലാണ് ഇവർ വച്ചേക്കുന്നത്. അപ്പോൾ ഇവർ ഇപ്പോഴും നിങ്ങളോട് എങ്ങനെ പകരം വീട്ടാമെന്നുള്ള ആ ഒരു ഇതിലാണുള്ളത്. കുറച്ചൊന്ന് അവെയർ ആയിട്ടിരിക്കുക ഈ ഒരു വ്യക്തിയെ. കാരണം ഈ വ്യക്തി ഒരു അവസരം കാത്തിരിക്കുകയാണ്.
ഇവിടെ ഇവർ കൈ പിടിച്ച് മാപ്പ് ചോദിക്കും പോലെ അഭിനയിക്കുമെങ്കിലും അതിലും ഒരു ദുഷ്ടഭാവമാണ് ഇവർ വച്ചേക്കുന്നത് എന്നാണ് മുന്നോട്ടുള്ള ആ ഒരു റീഡിങ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് എങ്ങനെ വീണ്ടും നിങ്ങളുടെ കൂടെ തെറ്റ് ചെയ്യാം, അതാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ശകുനിയുടെ ആ ഒരു എനർജിയാണ് ഇവരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ബുദ്ധി വളരെ ഷാർപ്പാണ്. ആൾക്കാരുടെ ബുദ്ധി ഇവർക്കുണ്ട്. പക്ഷേ ആ ബുദ്ധി നല്ല കാര്യത്തിനല്ല യൂസ് ചെയ്യുന്നത്, മോശം കാര്യത്തിനാണ് യൂസ് ചെയ്യുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ഇമോഷൻസിൻ്റെ കൂടെയാണ് ഗെയിം പ്ലേ ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും നിയർലി ഇവരുടെ ആ ഒരു തെറ്റിൻ്റെ ഫലം ഇവർ അനുഭവിക്കുന്നത് തന്നെ ചെയ്യും. ഇവിടെ ഒരു മാസം എടുക്കത്തില്ല, അതിനുള്ളിൽ തന്നെ ഇവർക്ക് ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ഒരു വ്യക്തി തെറ്റ് ചെയ്തു, അതിനുള്ള കർമ്മഫലം ലഭിച്ചു, വീണ്ടും അത് തന്നെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു ഫലം 3 ആഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തോ വലിയൊരു തിരിച്ചടി ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ സമയം ഇവർ ഉറപ്പായിട്ടും ആ ഒരു തിരിച്ചടി അനുഭവിക്കുക തന്നെ ചെയ്യും. അവിടെ ഇവരെ സഹായിക്കാൻ ആരും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഇവർ ആ സമയം നിങ്ങളോട് സഹായം ചോദിച്ചു വരും, കാര്യങ്ങൾ നേരെയാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മാത്രം ഇവർക്ക് കൈ കൊടുക്കുക, അല്ലാതെ ഇവർ ഒരു ഡിസ്റ്റൻസ് വയ്ക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത്. ഈ വ്യക്തി എപ്പോഴൊക്കെ മിണ്ടാതിരിക്കുന്നു അപ്പോഴെല്ലാം നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യാമെന്നുള്ള പ്ലാനിങ് ആണ്. ഈ ഒരു സമയം പോലും പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിൽ. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾക്കും അറിയാം എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് എപ്പോഴും നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങളുടെ ആ ഒരു പൈസയിലുമാണ് കണ്ണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും തകർക്കണം, നിങ്ങളുടെ പൈസയുടെ ആ ഒരു വഴി അടയ്ക്കണം, ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർ നിങ്ങളുടെ വീട്ടിനടുത്തുള്ളവരാണ് എങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ലോസ് നിങ്ങൾക്ക് തരുവാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ചൊന്ന് അവെയർ ആയിട്ടിരിക്കുക ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ നിങ്ങളുടെ ക്യാഷ് സംബന്ധമായിട്ടോ ഒരു കാര്യവും നിങ്ങൾ ആരോടും ഷെയർ ചെയ്യേണ്ട. ഇവിടെ നിങ്ങളുടെ പിറകിൽ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അത് നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതായിരിക്കത്തില്ല ഇവർ മറ്റുള്ളവരോട് പറയുന്നത്, വളരെ മോശം രീതിയിലായിരിക്കും പറയുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി എന്താണോ മോശം പറഞ്ഞത് അതിൻ്റെ തെറ്റായ പ്രഭാവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. ഇത്രമാത്രം ചിത്രശലഭങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറഞ്ഞത്. ഈ വ്യക്തി സ്വന്തം ആ ഒരു വലയത്തിൽ തന്നെ വീണു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇവർ ഒരു വല വിരിച്ചു, ആ വലയിൽ ഇവർ തന്നെ വീഴാൻ പോവുകയാണ്. ഇവരുടെ ആ ഒരു കൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ വളരെ മോശം സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ആ വ്യക്തിയാണ്. ഇവർ സ്വയം ഇവരുടെ ലൈഫിൽ ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ നന്മയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, നിങ്ങൾ എങ്ങനത്തെ ആളാണെന്നുള്ള കാര്യവും ഇല്ല എങ്കിൽ ഈ വ്യക്തി എങ്ങനത്തെ ആളാണ് എന്നുള്ള കാര്യവും 3 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ വായിൽ നിന്ന് തന്നെ അങ്ങനെ തെറ്റായ ഒരു ശബ്ദം ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഈ വ്യക്തി തെറ്റായിട്ടുള്ള വ്യക്തിയാണ് എന്ന്. ഇവർ ഒരു ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരിക്കാം, എന്തോ കോച്ചിങ് ഇവർക്ക് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് മെയിനായിട്ട് പഠിപ്പിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഉള്ളത്. ഇവർക്ക് ഒത്തിരി ബുക്സ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബുക്ക് വായിക്കുന്ന ശീലമുണ്ട്. ചിലപ്പോൾ ഇവർ റൈറ്റർ ആയിരിക്കാം. ഇവരുടെ മനസ്സ് ഒരിക്കലും ഇവരുടെ കൺട്രോളിലല്ല, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. ഇവർ ഭയങ്കര എന്താ പറയുക, അത്യാർത്തിയുള്ള കൂട്ടത്തിലുള്ള ആളാണ്. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരും. അങ്ങനെ അതായത് ഇവർ എത്ര തന്നെ എക്സ്ട്രാ ബുദ്ധി പ്രയോഗിക്കാൻ ശ്രമിച്ചാലും ഇവരുടെ ബലഹീനത എന്താണെന്ന് അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അതായത് ഒരു വ്യക്തി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്ത് എനിക്ക് സ്വന്തമാക്കാം എന്നുള്ള ആ ഒരു ഇതിൽ ഇരിക്കുന്ന വ്യക്തി ഉറപ്പായിട്ടും അവരുടെ കയ്യിൽ നിന്നും ഉറപ്പായിട്ടും നാളെ ഒരു സമയത്ത് എന്തെങ്കിലും നഷ്ടമാകും എന്ന് അവർ ചിന്തിക്കുന്നില്ല. എല്ലാം എനിക്ക് മാത്രം മതി, വേറെ ആർക്കും ഒന്നും വേണ്ട എന്നുള്ള സ്വഭാവം. നമ്മൾ വന്നപ്പോൾ പോക്കറ്റും കൊണ്ടല്ല വന്നത്, എല്ലാവരുടെയും എല്ലാം എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള. എല്ലാം കർമ്മം കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം ലഭിക്കും, മോശകർമ്മം ചെയ്താൽ മോശഫലം ലഭിക്കും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 3 ആഴ്ചയ്ക്കുള്ളിൽ ഇവരുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആകും. ആ ഒരു ടവർ മൂവ്മെൻറ്റിൽ എന്തോ ഒരു കാര്യം ഇവർക്ക് നഷ്ടമാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.
ആ ഒരു സമയം ഇവർ തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൻ്റെയും ബ്ലെയിം നിങ്ങളുടെ മേൽ ഇവർ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർക്ക് സ്വയം സന്തുഷ്ടരാവാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ മറ്റുള്ളവരുടെ മേൽ ബ്ലെയിം ചെയ്യുന്നത്. ഇവരുടെ ഹിഡൻ ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ ഉണ്ട്, അതും 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ നെഗറ്റീവായിട്ടുള്ള വേയിൽ കൂടെയാണ് ഇവർ ഓരോന്ന് ചെയ്യുന്നത്. ഇവർ ചെയ്ത തെറ്റ് കാരണം നിങ്ങൾക്ക് ഒത്തിരി വലിയ ഒരു നഷ്ടമാണ് സഹിക്കേണ്ടി വന്നത്. അത് പക്ഷേ നിങ്ങൾക്കറിയത്തില്ല ഇവർ കാരണമാണ് എന്നുള്ളത്. ഈ വ്യക്തി വളരെ മോശമായ രീതിയിലാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ മോശം കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ 3 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ അഹങ്കാരിയായിട്ടുള്ള വ്യക്തിയാണിത്. മറ്റുള്ളവരുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എങ്ങനെ ആ സന്തോഷത്തെ തകർക്കാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും ഇവരുടെ ലൈഫിൽ കൺട്രോൾ ഇവർക്ക് പോകും. അപ്പോൾ ആൾക്കാരുടെ സഹായം ഇവർ തേടും. അങ്ങനെയാണ് ഇവർ നിങ്ങളുടെ സഹായം തേടി വരുന്നത്. അപ്പോൾ എന്തായാലും വലിയ ഒരു ന്യായം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു ന്യായം 3 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.